Dear friends, welcome to Electron College. So, ഇന്നത്തെ topic of discussion it is about sequential circuits. അപ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സിനെ കുറിച്ചായിരുന്നു നമ്മുടെ പ്രീവിയസ് സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് the output levels at any instant of time, they are dependent only on the present input. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. കോമ്പിനേഷണൽ സർക്യൂട്ട്സിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ഹാഫ് ആഡർ കൺസിഡർ ചെയ്യാം. സോ നമുക്കറിയാം നോർമലി ഹാഫ് ആഡർ രണ്ട് ഇൻപുട്ട്സ് ആണല്ലോ ഉള്ളത്, ഇൻപുട്ട് എ ആൻഡ് ഇൻപുട്ട് ബി. ബേസിക്കലി 2 ബിറ്റ്സ് ആഡ് ചെയ്യാനാണല്ലോ നമ്മൾ ഹാഫ് ആഡർ യൂസ് ചെയ്യുന്നത്. അതിന് രണ്ട് ഔട്ട്പുട്ട്സ് ഉണ്ടാവും, സം, ക്യാരി. നൗ സോ ഈ രണ്ട് ബിറ്റ്സും ആഡ് ചെയ്യാം, 0 ആൻഡ് 1. ആഡ് ചെയ്യുമ്പോൾ സം വിൽ ബി 1 ആൻഡ് ക്യാരി വിൽ ബി 0 അല്ലേ. 0 + 1, സം വിൽ ബി 1, ക്യാരി വിൽ ബി 0. സോ നൗ ദിസ് ഈസ് ദ പ്രസൻറ്റ് ഔട്ട്പുട്ട്, ശരിയല്ലേ, ഇപ്പോഴത്തെ പ്രസൻറ്റ് ഔട്ട്പുട്ട്. And this is the present input. So ഇവിടെ ശ്രദ്ധിക്കുക, see this present output is dependent only on the present input അല്ലേ. വേറെ ഒരു വാല്യൂസുമായിട്ടും ഈ പ്രസൻറ്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡഡ് അല്ല. ഈ സെക്കൻഡ് വേറൊരു രണ്ട് ബിറ്റ്സ് എടുക്കുക, 1 ആൻഡ് 0. ഫസ്റ്റ് ബിറ്റ് ഈസ് 1, സെക്കൻഡ് ബിറ്റ് ഈസ് 0. ഹാഫ് ആഡറിലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു, ഈ രണ്ട് ഇൻപുട്ട്സും ഹാഫ് ആഡറിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ദി ഔട്ട്പുട്ട് വിൽ ബി 1 + 0. സോ സം വിൽ ബി അഗെയിൻ 1, ക്യാരി വിൽ ബി 0. സോ ഇപ്പോൾ സി ദിസ് ഈസ് ദ പ്രസൻറ്റ് ഇൻപുട്ട്, ശരിയല്ലേ, പ്രസൻറ്റ് ഇൻപുട്ട്, സോറി പ്രസൻറ്റ് ഔട്ട്പുട്ട്, ആൻഡ് ദിസ് ഈസ് ദ പാസ്റ്റ് ഔട്ട്പുട്ട്, അതായത് അല്ലെങ്കിൽ പ്രീവിയസ് ഔട്ട്പുട്ട്. സോ ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കുക, ദ പ്രസൻറ്റ് ഔട്ട്പുട്ട്, സി ദിസ് പ്രസൻറ്റ് ഔട്ട്പുട്ട് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺലി ഓൺ ദിസ് പ്രസൻറ്റ് ഇൻപുട്ട്. ഈ പ്രീവിയസ് ഔട്ട്പുട്ടുമായിട്ട് ഇതിന് യാതൊരു റിലേഷനും ഇല്ല, അല്ലെങ്കിൽ ആ വാല്യൂസ് നമ്മളിവിടെ യൂസ് ചെയ്യുകയോ നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഹാഫ് ആഡർ യൂസ് ചെയ്യുമ്പോൾ സി ഓരോ സ്റ്റേജിലും ദ പ്രസൻറ്റ് ഔട്ട്പുട്ട് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺലി ഓൺ ദ പ്രസൻറ്റ് ഇൻപുട്ട്. പ്രീവിയസ് ഔട്ട്പുട്ട്സുമായിട്ട് യാതൊരു റിലേഷനും അവിടെ ഇല്ല. സോ ദീസ് ടൈപ്സ് ഓഫ് സർക്യൂട്ട്സ് ആർ കോൾഡ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. സോ the output levels at any instant of time, they are dependent only on the present input at that time. So those type of circuits are called combinational circuits. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ സെഷൻസിൽ ഡിസ്കസ് ചെയ്ത ഹാഫ് ആഡർ, ഫുൾ ആഡർ തുടങ്ങിയിട്ടുള്ള സർക്യൂട്ട്സ് മുഴുവൻ ദേ ആർ കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. നൗ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ദി ഔട്ട്പുട്ട് ലെവൽസ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ദേ ആർ ഡിപ്പെൻഡൻറ്റ് നോട്ട് ഓൺലി ഓൺ ദ പ്രസൻറ്റ് ഇൻപുട്ട് ബട്ട് ഓൾസോ ഓൺ ദ പ്രീവിയസ് സ്റ്റേറ്റ് ഓഫ് ഔട്ട്പുട്ട്. അതായത് ഓരോ സ്റ്റേജിലെ ഔട്ട്പുട്ടും പ്രസൻറ്റ് ഇൻപുട്ടുമായിട്ടും പ്രീവിയസ് ഔട്ട്പുട്ടുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അത്തരം സർക്യൂട്ട്സിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ജസ്റ്റ് നമുക്കൊരു കൗണ്ടറിനെ കുറിച്ച് ആലോചിക്കാം. കൗണ്ടർ, ഡെസിമൽ കൗണ്ടർ വിച്ച് കൗണ്ട്സ് ഫ്രം 0 to 9. അപ്പോൾ നോർമലി ഇതെങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്? സോ ഒരു ഇനിഷ്യൽ വാല്യൂ ഉണ്ടാവും 0, ഇതിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യുന്നു. സോ 0 + 1, ദിസ് ഈസ് 1. നൗ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ ഔട്ട്പുട്ട് നമുക്ക് ലഭിച്ച ഔട്ട്പുട്ടിൻ്റെ കൂടെ വീണ്ടും 1 ആഡ് ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് 2. നൗ ഈ ഔട്ട്പുട്ട് നമുക്കിപ്പോൾ ലഭിച്ച ഔട്ട്പുട്ട് 2വിൻ്റെ കൂടെ വീണ്ടും 1 ആഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് 3. വീണ്ടും ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. 3 + 1 = 4. ഈ ഔട്ട്പുട്ടിൻ്റെ കൂടെ വീണ്ടും 1 ആഡ് ചെയ്യുന്നു. 4 + 1 = 5, എക്സെട്ര. സോ ബേസിക്കലി ദിസ് ഈസ് ഹൗ എ കൗണ്ടർ വർക്ക്സ്. 1 2 3 4 5 ഇങ്ങനെ കൗണ്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇവിടെ ഓരോ സ്റ്റേജസും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൻ്റെ ഒരു ഇൻപുട്ട്, ഓരോ സ്റ്റേജിൻ്റെയും ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് ഔട്ട്പുട്ടാണ്. അതായത് ശ്രദ്ധിക്കുക, 0 + 1 = 1 ആൻഡ് ദിസ് ഈസ് ദി ഔട്ട്പുട്ട്. ദിസ് ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്, 1 + 1 2. എന്നിട്ട് ഈ ഔട്ട്പുട്ടിനെ ദ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നു. 2 + 1 3. 3 ആണല്ലോ ഇപ്പോൾ ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ട് നെക്സ്റ്റ് സ്റ്റേജിലൂടെ നമ്മൾ യൂസ് ചെയ്യുകയാണ്. 3 + 1 = 4 ആൻഡ് 4 ഈസ് യൂസ്ഡ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ്.
സോ അപ്പോൾ ഓരോ സ്റ്റേജിൻ്റെയും ഓപ്പറേഷൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രീവിയസ് ഔട്ട്പുട്ട്. ശരിയല്ലേ? ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് നോക്കുക. ഈ പർട്ടിക്കുലർ സ്റ്റേജ് ഇവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്? 2 + 1 = 3. സോ 1 പ്രസൻറ്റ് ഇൻപുട്ടാണ്. ബട്ട് ഈ 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ പ്രീവിയസ് ഔട്ട്പുട്ട്. ഓരോ സ്റ്റേജിലും അങ്ങനെയാണ്. ഈ 3 നോക്കിക്കേ, ദിസ് 3 ഈസ് ദ പ്രീവിയസ് ഔട്ട്പുട്ട്. ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ 4 എന്ന് പറയുന്നത് പ്രീവിയസ് ഔട്ട്പുട്ടാണ്. സോ ദി ഓപ്പറേഷൻ അറ്റ് എനി സ്റ്റേജ് അല്ലെങ്കിൽ ദി ഔട്ട്പുട്ട് അറ്റ് എനി സ്റ്റേജ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രസൻറ്റ് ഇൻപുട്ട് ആസ് വെൽ ആസ് ദ പാസ്റ്റ് ഔട്ട്പുട്ട് ഓർ പ്രീവിയസ് ഔട്ട്പുട്ട്. സോ ഇത്തരം സർക്യൂട്ട്സിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീവിയസ് ഔട്ട്പുട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഔട്ട്പുട്ട്സ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരും. എങ്കിലേ നമുക്കത് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ നമുക്കവിടെ ഒരു മെമ്മറി സ്ട്രക്ചർ വേണം. ബിക്കോസ് ഓരോ സ്റ്റേജിൻ്റെയും ഔട്ട്പുട്ട്സ് സ്റ്റോർ ചെയ്യണം. എങ്കിലേ നമുക്കത് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് നീഡ് എ മെമ്മറി എലിമെൻറ്റ്. സർക്യൂട്ട്സിൻ്റെ കൂടെ നമുക്കൊരു മെമ്മറി എലിമെൻറ്റിൻ്റെയും ആവശ്യമുണ്ട്. So the output levels at any instant of time depend not only on the present input but also on the previous state of output, and they have memory. Sequential circuits have memory, but combinational circuits they don't have memory. Combinational circuits അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് പ്രീവിയസ് ഔട്ട്പുട്ടുമായിട്ട് പ്രീവിയസ് ഔട്ട്പുട്ട് പിന്നെ ഒരിക്കലും നമുക്കത് ആവശ്യമായിട്ട് വരുന്നില്ല. ബട്ട് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് അങ്ങനെയല്ല. ദേ നീഡ് എ മെമ്മറി എലിമെൻറ്റ് ഓൾസോ. സോ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം. സോ ദിസ് ഈസ് കോമ്പിനേഷണൽ സർക്യൂട്ട്. ഒരു ഇൻപുട്ട് ഉണ്ടാവും ആൻഡ് ഇറ്റ് വിൽ ജനറേറ്റ് ആൻ ഔട്ട്പുട്ട്. ബട്ട് ഇത് സീക്വൻഷ്യലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ദർ ഷുഡ് ബി എ മെമ്മറി എലിമെൻറ്റ്. And see the output of the circuit is given back to the input. അപ്പോൾ ഓരോ സ്റ്റേജിലും see the output depends on the present input as well as the previous output which is taken from the memory element. So just the differences നോക്കുകയാണെങ്കിൽ കോമ്പിനേഷണൽ കോമ്പിനേഷണൽ output depends only on the present input. Here output depends on the present input and the past output. Memory unit not required for combinational, but memory unit required for sequential. And basically combinational circuits കുറച്ചുകൂടെ faster ആണ്. Sequential combinational circuits ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ sequential circuits slow ആണ്. So now sequential circuits classification. ഈ സീക്വൻഷ്യൽ സർക്യൂട്ട്സിനെ തന്നെ നമുക്ക് രണ്ട് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. asynchronous sequential circuits and synchronous sequential circuits. And asynchronous sequential circuits, see the circuit's outputs can change at any time the inputs are applied. And synchronous sequential circuits, the circuit output changes only at some discrete instance of time decided by the clock signal. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് അസിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ക്ലോക്ക് സിഗ്നൽ ഉണ്ടാകത്തില്ല. നമ്മളവിടെ ഒരു ക്ലോക്ക് സിഗ്നൽ യൂസ് ചെയ്യത്തില്ല. ബട്ട് ഇൻ സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ഒരു ക്ലോക്ക് സിഗ്നൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ദർ വിൽ ബി എ ക്ലോക്ക് സിഗ്നൽ. സോ ഇഫ് യു ഹാവ് എ സർക്യൂട്ട്, നമ്മൾ ഇൻപുട്സ് കൊടുക്കുന്നുണ്ടാവും, ഔട്ട്പുട്ട്സ് ദീസ് ആർ ദി ഔട്ട്പുട്ട്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അസിൻക്രണസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ക്ലോക്ക് സിഗ്നൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആൻഡ് സിൻക്രണസ് സർക്യൂട്ട്സ് ആണെങ്കിൽ you will use a clock signal and outputs are created only at discrete instance of time defined by the clock signal. നമുക്കൊരു ക്ലോക്ക് സിഗ്നൽ, ഒരു ക്ലോക്ക് സിഗ്നൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് ഇപ്പോൾ ക്ലോക്ക് സിഗ്നൽ നോർമലി പല രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എഡ്ജ് ട്രിഗേർഡ്, ലെവൽ ട്രിഗേർഡ്, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ബട്ട് തൽക്കാലം ഇതൊരു പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അതായത് ഇത്തരത്തിലൊരു ക്ലോക്ക് സിഗ്നൽ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഔട്ട്പുട്ട്സ് ആർ ജനറേറ്റഡ് ഓൺലി അറ്റ് ദ പോസിറ്റീവ്, ദ റൈസിങ് എഡ്ജ്. സോ ഇതിനെയാണല്ലോ നമ്മൾ റൈസിങ് എഡ്ജ് എന്ന് പറയുന്നത്. ഓരോ ക്ലോക്കിൻ്റെയും റൈസിങ് എഡ്ജാണിത്, റൈസിങ് എഡ്ജ് ഓഫ് ഈച്ച് ക്ലോക്ക്. അപ്പോൾ ഔട്ട്പുട്ട് ഈസ് ജനറേറ്റഡ് ഓൺലി അറ്റ് ദ റൈസിങ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക് സിഗ്നൽ. അപ്പോൾ ഇൻപുട്ട്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ
ഈ ക്ലോക്ക് സിഗ്നലിൻ്റെ ഓരോ റൈസിങ് എഡ്ജ് വരുമ്പോഴായിരിക്കും ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് റൈസിങ് എഡ്ജ് ഇതാണ്, ഈ റൈസിങ് എഡ്ജിലായിരിക്കും ഫസ്റ്റ് ഔട്ട്പുട്ട് വരുന്നത്. നൗ സെക്കൻഡ് ഇൻപുട്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് സെക്കൻഡ് റൈസിങ് എഡ്ജ് വരുമ്പോഴായിരിക്കും നെക്സ്റ്റ് ഔട്ട്പുട്ട് വരുന്നത്. സിമിലർലി തേർഡ് ഔട്ട്പുട്ട് വരുന്നത് തേർഡ് റൈസിങ് എഡ്ജ്. സോ ദി ഔട്ട്പുട്ട്സ് ആർ ജനറേറ്റഡ് ഓൺലി അറ്റ് ദ റൈസിങ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക് സിഗ്നൽ. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം, ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ക്ലോക്ക് സിഗ്നൽ. അപ്പോൾ ഇത്തരം സർക്യൂട്ട്സിനെയാണ് നമ്മൾ സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി അസിൻക്രണസ് എന്ന് പറയുമ്പോൾ ദർ വിൽ നോട്ട് ബി എ ക്ലോക്ക് സിഗ്നൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ, ഔട്ട്പുട്ട്സ് ക്യാൻ ബി ജനറേറ്റഡ് അറ്റ് എനി ടൈം. ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നുമില്ല. ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എപ്പോൾ വേണമെങ്കിലും ജനറേറ്റ് ചെയ്യപ്പെടാം. ബട്ട് സിൻക്രണസ് അങ്ങനെയല്ല. ക്ലോക്ക് സിഗ്നൽ നമ്മൾ യൂസ് ചെയ്തതുകൊണ്ട് ഔട്ട്പുട്ട്സ് ജനറേറ്റ് ചെയ്യുന്ന സമയം എക്സാക്ട്ലി ഡിഫൈൻഡ് ആണ്. അതിപ്പോൾ ഇവിടെ പോസിറ്റീവ് പൾസ് അല്ലെങ്കിൽ റൈസിങ് എഡ്ജിലാണ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കിത് ഫോളിങ് എഡ്ജ്, ഇപ്പോൾ ഇതാണല്ലോ ഫോളിങ് എഡ്ജ്, ഇത് ഫോളിങ് എഡ്ജാണ് അല്ലേ, ഈ ഫോളിങ് എഡ്ജിലാണ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യപ്പെടേണ്ടതെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. സോ ഇത്തരം സർക്യൂട്ട്സിനെയാണ് നമ്മൾ സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ സിൻക്രണസ്, the outputs can change at any time the inputs are applied. Synchronous, the output changes only at some discrete instant of time decided by the clock signal. And so basically synchronous, they have a clock signal. Asynchronous, there will not be any clock signal. So just differences നോക്കാം. Synchronous and asynchronous circuits. So the time at which the output change is exactly specified by the clock signal. Output ഏത് ഇൻസ്റ്റൻറ്റിലാണ് ചേഞ്ച് ആവേണ്ടത് എന്നുള്ളത് എക്സാക്ട്ലി സ്പെസിഫൈഡ് ആണ്. നമ്മൾ ക്ലോക്ക് സിഗ്നൽ യൂസ് ചെയ്തിട്ട് നമ്മളത് സ്പെസിഫൈ ചെയ്യുന്നു. അത് റൈസിങ് എഡ്ജിലാണോ ഫോളിങ് എഡ്ജിലാണോ, അല്ലെങ്കിൽ പിന്നെ ലെവലാണോ, പോസിറ്റീവ് ലെവൽ ട്രിഗേർഡ് ആണോ, നെഗറ്റീവ് ലെവൽ ട്രിഗേർഡ് ആണോ, ഇതെല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്യാം. ബട്ട് അസിൻക്രണസ്, ദ ടൈം അറ്റ് വിച്ച് ദി ഔട്ട്പുട്ട് ചേഞ്ചസ് ഈസ് നോട്ട് എക്സാക്ട്ലി സ്പെസിഫൈഡ്. അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഔട്ട്പുട്ട്സ് ക്യാൻ ചേഞ്ച് അറ്റ് എനി ടൈം once the input is applied. Now as length increases, delay due to clock also increases. But synchronous അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതാണ്, നമ്മൾ ക്ലോക്ക് സിഗ്നൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സർക്യൂട്ടിൻ്റെ സർക്യൂട്ട് നമ്പർ ഓഫ് കോമ്പോണൻറ്റ്സ് ഇൻക്രീസ് കൂടുന്തോറും ക്ലോക്ക് സിഗ്നൽ കാരണം വരുന്ന ഡിലേ കൂടാനുള്ള ചാൻസസ് വളരെ അധികമാണ്. ആൻഡ് അസിൻക്രണസ് നോ ക്ലോക്ക് സിഗ്നൽ, but asynchronous, they are faster in operation. ഈ ക്ലോക്ക് സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ asynchronous circuits, they are faster in operation. And in synchronous, the maximum possible clock rate, അതായത് highest speed, it is determined by the slowest logical path in the circuit. And moreover, synchronous sensitive to variations in temperature and high power consumption ആണ്. Synchronous circuits, they have a high power consumption and temperature variation, sensitive to variations in temperature. And asynchronous circuits, they have a high performance and low power dissipation and low noise. It is less affected by noise, asynchronous. അപ്പോൾ ഈ ഡിഫറൻസസും ഓർത്തു വെക്കുക. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ഇറ്റ് ഈസ് ലാച്ചസ്. സോ ഈ സീക്വൻഷ്യൽ സർക്യൂട്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ മെമ്മറി എലിമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ലാച്ചസ് ബേസിക്കലി ഇറ്റ് ഈസ് എ സ്റ്റോറേജ് എലിമെൻറ്റ്, ഒരു മെമ്മറി സ്ട്രക്ചറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ലാച്ച് 0 or 1. Now types of latches. അപ്പോൾ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് ഓഫ് ലാച്ചസിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് കോൺഫിഗറേഷൻ NOR SR ലാച്ച് ആണ്. അപ്പോൾ NOR SR ലാച്ച് എന്ന് പറയുമ്പോൾ വി ഹാവ് യൂസ്ഡ് NOR ഗേറ്റ്. ഇപ്പോൾ NOR ഗേറ്റ് G1 ആൻഡ് G2. അപ്പോൾ ഇവിടെ രണ്ട് ഇൻപുട്ട്സ് ആണ്, ഇൻപുട്ട് R ആസ് വെൽ ആസ് ഇൻപുട്ട് S, ആൻഡ് രണ്ട് ഔട്ട്പുട്ട്സ് Q കോംപ്ലിമെൻറ്റ്. ആൻഡ് ഇവിടെ ഇത് ക്രോസ് കണക്റ്റഡ് ആണ്. സി ഔട്ട്പുട്ട് Q, see it is taken as a feedback, it is connected back to second NOR gate. അതുപോലെ Q കോംപ്ലിമെൻറ്റ്, ഈ ഔട്ട്പുട്ട് Q കോംപ്ലിമെൻറ്റ് കണക്റ്റഡ് ടു ഫസ്റ്റ് NOR ഗേറ്റിൻ്റെ ഇൻപുട്ടിലോട്ട്. സോ ദിസ് ഈസ് ദ ബേസിക് സ്ട്രക്ചർ. അപ്പോൾ RS അല്ലെങ്കിൽ SR എന്ന് പറയുമ്പോൾ R ഈസ് റീസെറ്റ് ആൻഡ് S ഈസ് സെറ്റ്. സോ S സെറ്റ്, യു ക്യാൻ സെറ്റ് ദിസ് ലാച്ച് ടു ബി ഈക്വൽ ടു 1. ഇപ്പോൾ സെറ്റ് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് Q വിൽ ബി 1 ആൻഡ് Q കോംപ്ലിമെൻറ്റ് വിൽ ബി 0. റീസെറ്റ് എന്ന് പറയുമ്പോൾ Q വിൽ ബി 0 ആൻഡ് ഔട്ട്പുട്ട് Q കോംപ്ലിമെൻറ്റ് വിൽ ബി 1. സോ ഇഫ് S ഈക്വൽ ടു 1, it sets and output Q is equal to 1. If R equal to 1, it resets and output Q equal to 0.
സോ ബേസിക്കലി എസ് ഓർ എന്ന് പറയുമ്പോൾ റീസെറ്റ് ഓർ റീസെറ്റ്. സോ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഔട്ട്പുട്ട്സ് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ടു ഇൻപുട്ട്സ് ആർ ആൻഡ് എസ് ആണല്ലോ. സോ ലെറ്റ് us ട്രൈ ദിസ് കോമ്പിനേഷൻ എസ് ഈക്വൽ ടു 0 ആർ ഈക്വൽ ടു 1. ബിഫോർ ദാറ്റ് ഇപ്പോൾ നമുക്കറിയാം ഒരു നോർ ഗേറ്റ്, നമ്മൾ നോർ ഗേറ്റ് ആണല്ലോ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്കറിയാം. ഫോർ എ നോർ ഗേറ്റ് 0 0 0 1 1 0 1 1 and this is 1 0 0 0. So basically this is the truth table of a NOR gate അല്ലേ. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 0. ശരിയല്ലേ? ഈ ഇൻപുട്ട് 1 ആണ്, ഔട്ട്പുട്ട് 0 ആണ്. ഇൻപുട്ട് 1, ഔട്ട്പുട്ട് ഈസ് 0. സോ ഇഫ് എനി വൺ ഇൻപുട്ട് ഈസ് 1, ഔട്ട്പുട്ട് വിൽ ബി 0. നൗ കേസ് 1 ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്യാം. എസ് ഈക്വൽ ടു 0 ആർ ഈക്വൽ ടു 1. സോ എസ് ഈക്വൽ ടു 0 ആർ ഈക്വൽ ടു 1 ആൻഡ് നമ്മളിത് നോർ ഗേറ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നോർ ഗേറ്റ് നമുക്കറിയാം ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണല്ലോ. സോ ആർ 1 ആണെങ്കിൽ irrespective of this input the output q will be 0. So now output q is 0. അപ്പോൾ ഈ ഔട്ട്പുട്ട് നമ്മൾ ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, ഈ ഇൻപുട്ടിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഓൾസോ 0. അപ്പോൾ 0 0 0 0 ഫെഡ് ടു നോർ ഗേറ്റ്. 0 0 എന്ന് പറയുമ്പോൾ q കോംപ്ലിമെൻറ്റ് വിൽ ബി 1. ദിസ് ഔട്ട്പുട്ട് വിൽ ബി 1. So first output is 0 and second output is 1. That is q equal to 0 and q complement is equal to 1. മാത്രമല്ല ഇത് എപ്പോഴും ഓർമ്മയുണ്ടാവണം, q ആൻഡ് q കോംപ്ലിമെൻറ്റ്, സോ ദേ ആർ കോംപ്ലിമെൻറ്റ് ഓഫ് ഈച്ച് അതർ. q 0 ആണെങ്കിൽ q കോംപ്ലിമെൻറ്റ് ഷുഡ് ബി 1. q 1 ആണെങ്കിൽ q കോംപ്ലിമെൻറ്റ് ഷുഡ് ബി 0. സോ ഫസ്റ്റ് കോമ്പിനേഷൻ ഫോർ 0 1 q will be 0, q complement will be 1. And ഇവിടെ നമ്മൾ ട്രൂത്ത് ടേബിൾ അവൈലബിൾ ആണ്. സോ ദിസ് ഈസ് ഇൻപുട്ട് എസ് ആൻഡ് ദിസ് ഈസ് ഇൻപുട്ട് ആർ. അപ്പോൾ നമ്മുടെ കോമ്പിനേഷൻ ഇതായിരുന്നു, എസ് ഈക്വൽ ടു 0 ആൻഡ് ആർ ഈക്വൽ ടു 1 ആൻഡ് വി ഗോട്ട് ക്യൂ ടു ബി so q is 0, q complement is so q is 0, q complement is 1. Now ഈ ഒരു കോമ്പിനേഷൻ നോക്കാം നമുക്ക്. s equal to 0 and r equal to 0. So both inputs are 0. Now so s equal to 0, r equal to 0. ആൻഡ് നമുക്ക് ലെറ്റസ് അസ്യൂം ദാറ്റ് നമ്മുടെ എക്സിസ്റ്റിംഗ് നമ്മുടെ പ്രസൻറ്റ് വാല്യൂസ് എന്ന് പറയുന്നത് ക്യൂ 0യും ക്യൂ ബാർ 1ഉം ആണ് അല്ലേ. ക്യൂ 0 ആണ്, ക്യൂ ബാർ 1 ആണ്. ഈ സ്റ്റേജിൽ നിന്നാണ് നമ്മൾ എസ് ഈക്വൽ ടു 0 ആർ ഈക്വൽ ടു 0 നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എസ് ഈക്വൽ ടു 0 ആർ ഈക്വൽ ടു 0 ആൻഡ് ക്യൂ കോംപ്ലിമെൻറ്റ് 1 ആണല്ലോ. സോ ദിസ് 1 വിൽ ബി ഗിവൺ ഹിയർ. സോ 0 ആൻഡ് 1, ഫസ്റ്റ് ടു ഇൻപുട്ട്സ് 0 ആൻഡ് 1. അപ്പോൾ 0 ആൻഡ് 1 വരുമ്പോൾ ക്യൂ, വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ക്യൂ? 0 ആൻഡ് 1. ഇനി ഇൻപുട്ട് 1 ആണെങ്കിൽ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ക്യൂ 0 തന്നെയാണ്. നൗ ക്യൂ 0 ആണല്ലോ. സോ ദിസ് ക്യൂ വിൽ ബി ഗിവൺ ഓവർ ഹിയർ ടു ദ ഫസ്റ്റ് ഇൻപുട്ട് ഓഫ് നോർ. സോ ദിസ് ഈസ് ഓൾസോ 0. അപ്പോൾ 0 0 ബോത്ത് ഇൻപുട്ട്സ് ആർ 0. അപ്പോൾ എന്താണ് നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്? ബോത്ത് ഇൻപുട്ട്സ് 0 ആണെങ്കിൽ ദി ഔട്ട്പുട്ട് വിൽ ബി 1. ശരിയല്ലേ? സോ എസ് ഈക്വൽ ടു 0 ആർ ഈക്വൽ ടു 0, ക്യൂ ഈസ് ഈക്വൽ ടു 0 and q bar is equal to 1. So it means that previous സ്റ്റേറ്റിൽ നിന്നും ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ല. പ്രീവിയസ് സ്റ്റേറ്റ് എന്തായിരുന്നു? q ഈക്വൽ ടു 0, q കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1. ആ പ്രീവിയസ് സ്റ്റേറ്റിൽ നിന്നും നമ്മൾ അപ്ലൈ ചെയ്തു s ഈക്വൽ ടു 0 r ഈക്വൽ ടു 0. ബട്ട് ദ വാല്യൂസ് ആർ നോട്ട് ചേഞ്ച്ഡ്. അതായത് പ്രീവിയസ് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, പ്രീവിയസ് സ്റ്റേറ്റ് സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് മെമ്മറി. ദ പ്രീവിയസ് state is maintained. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. See this combination s equal to 0 or equal to 0, the previous state will be maintained. s equal to 0 or equal to 1 ആണെങ്കിൽ q equal to 0, q complement is equal to 1. And s equal to 0 or equal to 0 ആണെങ്കിൽ the previous state will be maintained. Now ഈ കേസ് നോക്കാം. s equal to 1 or equal to 0, s equal to 1 and r equal to 0.
സോ നൗ നോർ ഗേറ്റ് ആണല്ലോ, അപ്പോൾ ഫസ്റ്റ് ഒരു ഇൻപുട്ട് 1 ആണ്. അപ്പോൾ എനിവേ ക്യൂ കോംപ്ലിമെൻറ്റ് ഈസ് ഗോയിങ് ടു ബി 0. സോ ക്യൂ കോംപ്ലിമെൻറ്റ് 0, ഈ 0 ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുക. യാ, സോ 0 0, ബോത്ത് ഇൻപുട്സ് ആർ 0, സോ ക്യൂ വിൽ ബി 1. സോ എസ് ഈക്വൽ ടു 1, ആർ ഈക്വൽ ടു 0, നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് ക്യൂ ഈക്വൽ ടു 1 ആൻഡ് ക്യൂ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 0. ഇവിടെ അപ്ഡേറ്റ് ചെയ്തേക്കാം. So this is the combination S equal to 1, R equal to 0. So you got Q equal to 1 and Q complement is equal to 0. Now ഈ സ്റ്റേറ്റിൽ നിന്നും ഈ ഒരു കോമ്പിനേഷൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. S equal to 0, R equal to 0. S equal to 0, R equal to 0. പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് Q1 ഉം Q കോംപ്ലിമെൻറ്റ് 0 ആണ്. So you are giving S equal to 0, R equal to 0. So what happens? ഇവിടെ ക്യൂ 1 ആണ് അല്ലേ. സോ ഈ 1 വിൽ ബി ഗിവൺ ഹിയർ ടു ദ സെക്കൻഡ് ഇൻപുട്ട് ഓഫ് ഫസ്റ്റ് ഇൻപുട്ട് ഓഫ് നോർ. സോ 0യും 1ഉം, സോ ക്യൂ കോംപ്ലിമെൻറ്റ് വിൽ ബി 0 ആൻഡ് ക്യൂ കോംപ്ലിമെൻറ്റ് 0 ആണ്. സോ ഇറ്റ് വിൽ ബി ഗിവൺ ഓവർ ഹിയർ. സോ 0 0 ഔട്ട്പുട്ട് വിൽ ബി 1. ദാറ്റ് ഈസ് ക്യൂ ഈക്വൽ ടു 1, ക്യൂ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 0. ഇവിടെയും ശ്രദ്ധിക്കുക, എസ് ഈക്വൽ ടു 0, ആർ ഈക്വൽ ടു 0. See, the previous state is maintained as such. അല്ലേ, പ്രീവിയസ് സ്റ്റേറ്റ് എന്താണ്? Q equal to 1, Q complement equal to 0. Q equal to 1, Q complement equal to 0. So both are same. അപ്പോൾ ഇവിടെയും it acts as a memory. അപ്പോൾ ഇത് കൺഫേംഡ് ആണ്. ഈ ഒരു സ്റ്റേറ്റ് S equal to 0, R equal to 0 നമ്മൾ യൂസ് ചെയ്യുമ്പോൾ the values will be same as the previous values. So ഇതാണ് കോമ്പിനേഷൻ. എസ് ഈക്വൽ ടു 0, ആർ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ദ പ്രീവിയസ് വാല്യൂസ് ഓഫ് ക്യൂ ആൻഡ് ക്യൂ കോംപ്ലിമെൻറ്റ് വിൽ ബി മെയിൻറ്റൈൻഡ്. സോ യു ക്യാൻ ജസ്റ്റ് യൂസ് ഇറ്റ് എസ് എ മെമ്മറി. സോ ദിസ് ഈസ് ദ ഫസ്റ്റ്. ഇനി റിമൈനിങ് ഈ ഒരു കോമ്പിനേഷനാണ് 1 1. സോ 1 1 യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ദാറ്റ് ഈസ് കേസ് 3, എസ് ഈക്വൽ ടു 1, ആർ ഈക്വൽ ടു 1. ഇവിടെ നോക്കുക. സോ എസ് ഈക്വൽ ടു 1, ആർ ഈക്വൽ ടു 1. സോ നമുക്കറിയാം ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ നോറിൻ്റെ ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ ഈ ഇൻപുട്ട് 1 കൊടുക്കുമ്പോൾ ദിസ് ഔട്ട്പുട്ട് വിൽ ബി 0 ആൻഡ് ഇവിടെ എസ് 1 ആണ്. സോ അഗെയിൻ ദിസ് ഔട്ട്പുട്ട് വിൽ ബി 0. അപ്പോൾ യു വിൽ ഗെറ്റ് ക്യൂ ഈക്വൽ ടു 0, ക്യൂ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 0. ബട്ട് ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ക്യൂവും ക്യൂ കോംപ്ലിമെൻറ്റും ഇവിടെ സെയിം ആണ് അല്ലേ. ക്യൂ 0യും ക്യൂ കോംപ്ലിമെൻറ്റ് 0യും ആണ്. അപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആൻഡ് ദിസ് ഈസ് കോൺട്രഡിക്ടറി അല്ലേ. സോ ദിസ് കോമ്പിനേഷൻ ഈസ് നോട്ട് യൂസ്ഡ് ബിക്കോസ് ക്യൂ 0 ആണെങ്കിൽ ക്യൂ കോംപ്ലിമെൻറ്റ് ഷുഡ് ബി 1, ക്യൂ 1 ആണെങ്കിൽ ക്യൂ കോംപ്ലിമെൻറ്റ് ഷുഡ് ബി 0. ക്യൂവും ക്യൂ കോംപ്ലിമെൻറ്റും സെയിം വാല്യൂസ് ആയിട്ട് വരുന്നത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് കോമ്പിനേഷൻ എസ് ഈക്വൽ ടു 1, ആർ ഈക്വൽ ടു 1 ഈസ് ബേസിക്കലി നോട്ട് യൂസ്ഡ്. സോ ഈ ഒരു സ്റ്റേറ്റ് നോർമലി നമ്മൾ യൂസ് ചെയ്യാറില്ല. ആൻഡ് ഈ ഒരു സ്റ്റേറ്റിൽ നിന്നും നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്റ്റേറ്റിൽ നിന്നും ലെറ്റ് us try S equal to 0, R equal to 0. And so S equal to 0, R equal to 0. So we will start with Q. We will start with Q. So Q 0 ആണല്ലോ. സോ ഈ 0 ആയിരിക്കും അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ പാസ് ചെയ്യുന്നത് ത്രൂ ദിസ് ഇൻപുട്ട്. സോ 0 0 0 0 വരുമ്പോൾ ക്യൂ കോംപ്ലിമെൻറ്റ് വിൽ ബി 1. സോ ക്യൂ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 ആൻഡ് ഈ 1 ആയിരിക്കും ഇങ്ങോട്ട് പാസ്സാവുന്നത്. സോ ദിസ് വിൽ ബി 1. അപ്പോൾ 0യും 1ഉം, സോ ഔട്ട്പുട്ട് ക്യൂ വിൽ ബി 0. സോ ക്യൂ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 ആൻഡ് ക്യൂ ഈക്വൽ ടു 0. സോ ദിസ് ഈസ് വൺ സ്റ്റേറ്റ്. ഈ സെയിം കോമ്പിനേഷൻ ഇപ്പോൾ എസ് ഈക്വൽ ടു 0, ആർ ഈക്വൽ ടു 0, വി വിൽ സ്റ്റാർട്ട് വിത്ത് ക്യൂ കോംപ്ലിമെൻറ്റ്. നമുക്ക് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ സ്റ്റാർട്ട് വിത്ത് ക്യൂ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ക്യൂ കോംപ്ലിമെൻറ്റ്, വൺ സെക്കൻഡ്, അപ്പോൾ ഇതാണല്ലോ നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ്. ക്യൂ ഈസ് 0 ആൻഡ് ക്യൂ കോംപ്ലിമെൻറ്റ് ഈസ് 0. നൗ വിൽ സ്റ്റാർട്ട് വിത്ത് ക്യൂ കോംപ്ലിമെൻറ്റ്. സോ എസ് ഈക്വൽ ടു 0, ആർ ഈക്വൽ ടു 0 ആൻഡ് ക്യൂ കോംപ്ലിമെൻറ്റ് 0 ആണ്. സോ 0 ഇതാ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 0, രണ്ട് ഇൻപുട്സും 0 ആണ്. സോ ഈ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആണ്. സോ ക്യൂ ഈസ് ഈക്വൽ ടു 1 ആൻഡ് നൗ ഈ 1 ആയിരിക്കുമല്ലോ ഇങ്ങോട്ട് പോകുന്നത്. യാ, സോ ഇൻപുട്സ് ആർ 1 ആൻഡ് 0.
So the output will be 0. So you will get q equal to 1, q complement equal to 0. അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റിൽ നിന്നും ഈ പ്രസൻറ്റ് സ്റ്റേറ്റ് തന്നെ കോൺട്രഡിക്ടറി ആണ്. ഈ പ്രസൻറ്റ് സ്റ്റേറ്റിൽ നിന്നും നമ്മുടെ എസ് ഈക്വൽ ടു 0 ഓർ ഈക്വൽ ടു 0 അപ്ലൈ ചെയ്തിട്ട് ഇഫ് യു സ്റ്റാർട്ട് വിത്ത് ക്യൂ നമുക്ക് ലഭിക്കുന്ന വാല്യൂ ക്യൂ കോംപ്ലിമെൻറ്റ് 1ഉം ക്യൂ 0യും ആണ്. ക്യൂ കോംപ്ലിമെൻറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വാല്യൂ ക്യൂ 1ഉം ക്യൂ കോംപ്ലിമെൻറ്റ് 0യും ആണ്. സോ ദിസ് ഈസ് അഗെയിൻ കോൺട്രഡിക്ടറി. സോ this case s equal to 1 r equal to 1 in a NOR SR latch is basically not used. So 1 1 it is not used. So now this is the truth table for a NOR SR latch. This is very important, and these two are the inputs s and r. Q and q complement are the outputs. 0 1 ആണെങ്കിൽ q will be 1, q complement will be q will be 0, q complement will be 1. 1 0 ആണെങ്കിൽ q will be 1, q complement will be 0, and s equal to 0 r equal to 0 ആണെങ്കിൽ മെമ്മറി അതായത് പ്രീവിയസ് സ്റ്റേറ്റിൻ്റെ വാല്യൂസ് അതേപടി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻഡ് s equal to 1 r equal to 1 ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ്, ദിസ് സ്റ്റേറ്റ് വിൽ നോട്ട് ബി യൂസ്ഡ്. ആൻഡ് ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, s 1 ആവുമ്പോൾ സെറ്റ് അല്ലേ, s ഈസ് ഫോർ സെറ്റ് ആണ്. അപ്പോൾ s 1 ആവുമ്പോൾ നമ്മുടെ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് q 1 ആണ്, അതായത് സർക്യൂട്ട് സെറ്റ് ചെയ്യുന്നു. ആൻഡ് s equal to 0 r equal to 1, r equal to 1 ആവുമ്പോൾ q കോംപ്ലിമെൻ്റ് ആണ് 1 ആവുന്നത്, qവിൻ്റെ വാല്യൂ 0 ആണ്, അതായത് സർക്യൂട്ടിനെ റീസെറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫോർ എ NOR SR ലാച്ച്. നൗ ഈ ലാച്ചസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കിത് അഗൈൻ 2 ടൈപ്സ് ഓഫ് ലാച്ചസ് പറയാം, ആക്റ്റീവ് ഹൈ ലാച്ച് ആൻഡ് ആക്റ്റീവ് ലോ ലാച്ച്. ആക്റ്റീവ് ഹൈ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് വിൽ ബി ഹൈ, അല്ലെങ്കിൽ ആക്റ്റീവ് ലോ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് വിൽ ബി ലോ. സോ ആക്റ്റീവ് ഹൈ സെറ്റ് ആൻഡ് റീസെറ്റ് ഓർ നോർമലി ഇൻ ലോ സ്റ്റേറ്റ്, and one of them will be pulsed high whenever we wanted to change the outputs. So for example, ഇതൊരു ആക്റ്റീവ് ഹൈ ലാച്ച് ആണ്. NOR SR ലാച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്റ്റീവ് ഹൈ ലാച്ച് ബിക്കോസ് ഇനിഷ്യലി അത് ആക്റ്റീവ് ലോയിൽ ഇരിക്കുകയും ദെൻ ഇത് കണ്ടോ നമ്മളിവിടെ സെറ്റ് ചെയ്യുമ്പോൾ സർക്യൂട്ട് ഈസ് സെറ്റ് ടു ഹൈ. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് ഹൈ ആണ് തരുന്നത്, ക്യൂ ഔട്ട്പുട്ട് തരുന്നത് ഹൈ ആണ്, ദാറ്റ് ഈസ് ആക്റ്റീവ് ഹൈ ലാച്ച്. അപ്പോൾ ആക്റ്റീവ് ലോ ലാച്ച് ആണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ q 0യും റീസെറ്റ് ചെയ്യുമ്പോൾ q 1ഉം ആയിരിക്കും. സോ നോർമലി ഇൻ low state, and one of them will be pulsed high whenever we wanted to change the outputs. And active low latch set and reset are normally in high state, and one of them will be pulsed low whenever we wanted to change the outputs. So ഈ active low latchൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. Now NAND SR latch, ലാച്ചിൻ്റെ ഡിസ്കഷൻ ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് വി വിൽ ജസ്റ്റ് ഡിസ്കസ് ദിസ് ഓൾസോ. NAND SR ലാച്ച്. അപ്പോൾ ഇവിടെ അഗെയിൻ 2 ഇൻപുട്സ് ആണ് നമുക്കുള്ളത്, എസ് ആൻഡ് ആർ, ആൻഡ് യു ഹാവ് യൂസ്ഡ് 2 NAND ഗേറ്റ്സ്, ആൻഡ് ഔട്ട്പുട്ട് ക്യൂ ആൻഡ് ക്യൂ കോംപ്ലിമെൻറ്റ് വീണ്ടും ക്രോസ് കണക്റ്റഡ് തന്നെയാണ്. അപ്പോൾ ആഹുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നോറിന് പകരം നമ്മൾ NAND യൂസ് ചെയ്യുന്നു, ആൻഡ് ഇവിടെ ഫസ്റ്റ് ഇൻപുട്ട് എസും സെക്കൻഡ് ഇൻപുട്ട് ആറും ആണ്. ഇവിടെ നോറിൽ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു ഫസ്റ്റ് ഇൻപുട്ട് ആറും സെക്കൻഡ് ഇൻപുട്ട് എസും ആണ്, ഇത് ഓർമ്മയുണ്ടാവും. ആൻഡ് ഇവിടെ വീണ്ടും ആർ ഈസ് ഫോർ റീസെറ്റ്, എസ് ഈസ് ഫോർ സെറ്റ്. ആൻഡ് ഹിയർ ഇഫ് എസ് ഈക്വൽ ടു 1 it provides an output q will be 0, and if r equal to 1 it sets and output q equal to 1. So ഇതിനാണ് നമ്മൾ ആക്റ്റീവ് ലോ ലാച്ച് എന്ന് ഉദ്ദേശിച്ചത്. The output q will be 0 for s equal to 1. സെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ലോ ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത്, റീസെറ്റ് ചെയ്യുമ്പോൾ the output is going to be high. So it is an active low latch. So ഇതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ നോക്കാം. സോ ബിഫോർ ദാറ്റ് നമുക്ക് NANDൻ്റെ ഒരു truth table, sorry, AB 0001 1011, yeah. So this is the truth table for NAND അല്ലേ. 00 ആണെങ്കിൽ 1, 01 ആണെങ്കിൽ 1, 10 ആണെങ്കിൽ 1, 11 ആണെങ്കിൽ 0. അതായത് if any one output is equal to any one input is equal to 0, the output will be 1. നമ്മളത് NAND ട്രൂത്ത് ടേബിളിനെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സോ നമുക്കിതിവിടെ അപ്ലൈ ചെയ്യാം. നൗ 0 1, എസ് ഈക്വൽ ടു 0, ആർ ഈക്വൽ ടു 1. സോ ഇവിടെ എസ് ഈക്വൽ ടു 0 ആണല്ലോ. സോ ഇഫ് എനി വൺ ഇൻപുട്ട് ഈസ് 0, ദ ഔട്ട്പുട്ട് വിൽ ബി 1. സോ യു വിൽ ഗെറ്റ് q ടു ബി 1. നൗ ദിസ് 1 ഈസ് അപ്ലൈഡ് ഹിയർ. അപ്പോൾ
1 1, Q complement will be 0. ശരിയല്ലേ? So S equal to 0, R equal to 1. So Q will be 1 and Q complement will be 0. Now, next combination 1 0. S equal to 1, R equal to 0. Again, see, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണല്ലോ. അപ്പോൾ ഇവിടെ R 0 ആവുമ്പോൾ Q complement will be 1. And ഈ 1 ആയിരിക്കും നമ്മൾ ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. So now two inputs are 1 1, so the output will be 0. So S equal to 1, R equal to 0, Q will be 0 and Q complement will be 1. Now 1 1. ഈ 1 1 സ്റ്റേറ്റ് നോക്കാം. Now if you try 1 1, so now just see that this is our present state. So നമ്മുടെ present state Q equal to 0 and Q complement is equal to 1. Now we will try this combination 1 1. So S equal to 1, R equal to 1. So and Q is 0. So ഈ 0 നമുക്ക് ഇങ്ങോട്ട് പാസ് ചെയ്യാം. So this is 0. So if any one input is 0, output will be 1. So Q complement will be 1. And this 1 is again passed here. So 1 1, that is 0. So ഒരു പ്രസൻറ്റ് സ്റ്റേറ്റിൽ നിന്നും നമ്മൾ ഈ 1 1 അപ്ലൈ ചെയ്തപ്പോൾ അല്ലേ 1 1 അപ്ലൈ ചെയ്തപ്പോൾ the previous values of output are not changed. ശരിയല്ലേ? പ്രീവിയസ്ലി Q 0 ആയിരുന്നു, ഇപ്പോഴും Q 0 ആണ്. പ്രീവിയസ്ലി Q കോംപ്ലിമെൻറ്റ് 1 ആയിരുന്നു, ഇപ്പോഴും 1 ആണ്. So ഇവിടെ 1 1, combination of 1 1 will maintain the previous state. So that is memory. So this combination 1 1 will maintain the previous state. And പിന്നുള്ള combination 0 0 ആണ്. അപ്പോൾ ഈ combination ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇഫ് യു യൂസ് 0 0, ഇറ്റ് ഈസ് അതൊരു വാലിഡ് സ്റ്റേറ്റ് അല്ല. സോ ഇഫ് യു യൂസ് 0 0, see if any one input is 0, output is equal to 1. അപ്പോൾ 0 0 പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ Q will be 1, Q complement will also be 1. അപ്പോൾ ഇത് രണ്ടും കോൺട്രഡിക്ടറി ആണ് അല്ലേ? ക്യൂവും Q കോംപ്ലിമെൻറ്റും ഇങ്ങനെ 1 ആകാൻ പറ്റില്ല. both should be complement of each other. അപ്പോൾ this state is invalid. So this state is not used. This state is not used. So now this is the truth table for NAND SR latch. അപ്പോൾ ഈ രണ്ട് ലാച്ചസിൻ്റെയും NOR SR latch as well as NAND SR latchസിൻ്റെയും ട്രൂത്ത് ടേബിൾ ജസ്റ്റ് നമുക്കൊന്ന് ഓർമ്മയുണ്ടാവണം. ആൻഡ് ഇവിടെ സി എസ് 1 ആവുമ്പോൾ Q will be 1 ആൻഡ് R 1 ആവുമ്പോൾ Q കോംപ്ലിമെൻറ്റ് will be 1. സോ ഇവിടെ അതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ആണ്. എസ് 1 ആവുമ്പോൾ Q കോംപ്ലിമെൻറ്റ് will be 1 ആൻഡ് R 1 ആവുമ്പോൾ Q will be 1. ആൻഡ് അതുപോലെ ഇവിടെ SR 0 0, the memory previous state will be maintained. 1 1 ആണെങ്കിൽ അത് നോട്ട് യൂസ്ഡ് ആണ് ഫോർ NOR SR latch. നാൻഡിലേക്ക് വരുമ്പോൾ 1 1 ആണെങ്കിൽ the previous state will be maintained. 0 0 ആണെങ്കിൽ it is not used. This combination is not used for NAND SR latch. So തൽക്കാലം ഈ ഡിസ്കഷൻ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു.